ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ളോഗ്. അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1/2 ഗ്ലാസ് പുഴുക്കലരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം. എന്നാലാണ് ഇത് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പുഴുക്കലരിയും കൂടി ഉള്ള കാരണം എന്തായാലും 4-5 മണിക്കൂർ കുതിർന്നിരിക്കണം. ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ പുഴുക്കലരി സാധാരണ എടുക്കാറില്ല. പച്ചരി മാത്രം വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ റവയും മൈദയും കൂടെ വെച്ചിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുന്നത്. ഈ അരി നമ്മൾ 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി സോഫ്റ്റായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം. ഈ പച്ചരി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല മധുരം വേണം. ഞാൻ കൂടുതലായിട്ട് മധുരമൊന്നും ഇതിലേക്ക് എടുത്തിട്ടില്ല. അരി ഞാൻ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. ചെറുപഴമാണെങ്കിൽ നമുക്ക് ചെറുപഴം ചേർക്കാം. അപ്പം ഞാൻ നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് അരച്ചതിൽ കുറച്ച് മാവ് ബാക്കി വെച്ചിട്ട് അതിലേക്ക് ഈ പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ പഴം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പഴം ചേർത്ത് കൊടുക്കുന്നത്. ചെറുപഴം നേന്ത്രപ്പഴം എന്താണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പഴം മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി അരച്ചതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പത്തിലേക്ക് മെയിനായിട്ട് വേണ്ടത് നാളികേരക്കൊത്താണ്. അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലേശം എണ്ണയിലോ അതേപോലെ നെയ്യിലോ വറുത്തെടുക്കണം. ഉണങ്ങിയ നാളികേരമാണ് വെച്ചെങ്കിൽ വറുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. പിന്നെ നെയ്യിൽ നമ്മൾ വറുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ നാളികേരം അധികം വെള്ളമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഒന്ന് നെയ്യിലിട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. എന്നാൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ വേണം. അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചും വേണം. അപ്പോൾ ഒരു 4-5 ഏലക്കായയുടെ തരി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടി പഞ്ചസാര കൂട്ടി പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കര അധികമൊന്നും ചേർത്തിട്ടില്ല പറഞ്ഞില്ല. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂട്ടിയാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ ശർക്കര വെച്ചിട്ടുള്ളത്. ശർക്കര മെൽറ്റ് ചെയ്യുമ്പോഴും വെള്ളം കൂടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാലും നമുക്ക് കാരലപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനി ശർക്കരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മാവൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ ഞാൻ അധിക സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. ഒരു അരമണിക്കൂർ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അരമണിക്കൂർ മാത്രമാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരലപ്പത്തിൻ്റെ മാവിലേക്ക് നാളികേരക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുക. നാളികേരക്കൊത്ത് നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ 2 ഗ്ലാസ് അരിയിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ചേർത്തിട്ടുള്ളത്. നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഏറ്റവും കുറവ് എണ്ണയിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് കാരലപ്പം, അത് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. നമ്മൾ ഈ കുഴികളിൽ ഒരു പ്രാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് മുഴുവനായിട്ടും ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കുക. അതിനായിട്ട് ഇതാ ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉണ്ണിയപ്പമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറച്ച് നാളായിട്ട് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്.
നമ്മൾ ഒഴിച്ച എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ മാവ് അതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്, എന്നാലും ഒരു 1/4 ഭാഗം നമ്മൾ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരലപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് മനസ്സിലാക്കാം. ഇത് നന്നായിട്ട് പൊളച്ച് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ കാരലപ്പം മുഴുവനായിട്ടും ചുട്ടെടുക്കൽ കഴിഞ്ഞു. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ അരച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെന്ന് വെച്ചാൽ ഇതിലും നല്ല സോഫ്റ്റിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പുഴുക്കലരിയും കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പുഴുക്കലരി ചേർത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.